ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു നാടൻ ചാളക്കറിയാണ് കേട്ടോ. ചാളയെന്നാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുന്നത്, നിങ്ങളിൽ ചിലപ്പോൾ മത്തിയെന്നും കൂടി പറയുമായിരിക്കും. അത് ഞാൻ ഓൾറെഡി അതിൻ്റെ ഗ്രേവിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. തയ്യാറാക്കിയത് ഇങ്ങനെയാണ്: ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് ചതച്ചെടുത്തു. അത് പച്ച വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ചട്ടിയിലേക്ക് ഇട്ടിട്ട് അത് വഴറ്റി അതിൻ്റെ ഒപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പുളിവെള്ളവും ചേർത്തു, വേപ്പിലയും കൂടി ചേർത്ത് തിളപ്പിച്ചു. നന്നായിട്ടൊന്ന് തിളക്കുവാണ്. ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ചാറിലേക്ക് വേണം നമുക്ക് വൃത്തിയാക്കി വെച്ചേക്കുന്ന ചാള ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ കറി ഏകദേശം തിളച്ച് വരട്ടെ. ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ് കേട്ടോ. കാരണം അതാകുമ്പോഴത്തേനും അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. എന്നും നമ്മൾ ഈ ഗ്യാസിൽ സാധാ പാത്രങ്ങളിലൊക്കെ ചെയ്താൽ അത്രയ്ക്ക് ടേസ്റ്റ് അങ്ങ് വരില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ മൺചട്ടി കളക്ഷൻസ് ഉണ്ട്, അതിനോടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ മീൻകറിയും ഒക്കെ ഞാൻ ഇതിലേ വെക്കുകയുള്ളൂ. അപ്പോൾ ചാറ് നന്നായിട്ട് തിളക്കുന്നുണ്ട്. നമുക്ക് ചാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചാളക്ക് ഭയങ്കര വിലയാണ്. 1 കിലോ ചാളക്ക് 380 രൂപ അങ്ങനെയൊക്കെ റേറ്റ് വരുന്നുണ്ട്. ഇത് 200 രൂപയ്ക്ക് വാങ്ങിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ വില കൂടിയതുകൊണ്ട് ചാളയുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. കറി വെക്കുമ്പോൾ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടുകയും ചെയ്യും. കാരണം ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ച സാധനം നശിപ്പിച്ച് കളയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ അത് നമ്മൾ കറി വെച്ചാൽ ചീത്തയായി പോകും എന്നുള്ളൊരു ഒരു ടെൻഷൻ വരും. അത് വില കൂടുന്നതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ പാകം. ഇത് ആയിട്ടില്ല, ഒരു 10-15 മിനിറ്റ് കൂടി കഴിയുമ്പോഴത്തേക്കും കറി റെഡിയാവും. അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത് ഉപയോഗിക്കാം.